ലക്ഷദ്വീപുകാരുടെ തനതായ ഒരു വിഭവമാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. കിലാഞ്ചിയും ഫാലും. വളരെ നേരിയതായി ചുട്ടെടുക്കുന്ന ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ ഫാലും ചേർത്തിട്ടാണ് ഈ ഒരു വിഭവം കഴിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ ഒരു കിലാഞ്ചിയും ഫാലും. നമുക്ക് എങ്ങനെയാണ് ലക്ഷദ്വീപുകാരുടെ ഈ ഒരു വിഭവം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പച്ചരിയാണ് വേണ്ടത് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ല പോലെ നമ്മൾ കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. ഏകദേശം 2 മണിക്കൂറോളം കുതിർത്തെടുത്താൽ മതി, അതല്ലെങ്കിൽ രാത്രി അങ്ങ് ഇട്ടാലും മതി കേട്ടോ. കുതിർന്ന് വന്ന ഈ ഒരു അരി നമുക്ക് അരിപ്പയിലിട്ടിട്ട് വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലുള്ള വെള്ളം വരുന്ന അളവ് 2 കപ്പാണ്. അപ്പോൾ എല്ലാം കൂടെ ആദ്യം ഇതിലേക്ക് ഒഴിച്ചാൽ ഇത് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ആ 1 കപ്പ് വെള്ളം കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ നന്നായിട്ട് അരച്ചതാണ് ഇത്. ഇനി ഒന്നൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, നല്ല പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുക കൂടെ വേണം. ഇതിൽ അഥവാ തരി ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പോകാനാണ്. കാരണം നമ്മളിത് നല്ല നൈസായിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ നമ്മളിതൊന്ന് അരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാനിത് കിലാഞ്ചി ചുട്ടെടുക്കുന്നത് ഇതുപോലെ വലിയൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. ലക്ഷദ്വീപുകാർ ഇത് ഉരുളികളിലൊക്കെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. നമുക്കിതുപോലെ വലിയ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത്. കാരണം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇനി കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് വിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മൾ ഇത് എടുക്കണം. ഇത് വീണ്ടും ഇതിൽ തന്നെ വെക്കരുത്. കൂടുതൽ സമയം ഇതിൽ വെച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയി പോകും. അങ്ങനെ പോകാൻ പാടില്ല. ഇത് ശരിക്കും ഒരു ടിഷ്യൂ പേപ്പർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കേണ്ടത്. അപ്പോൾ ആ പരുവത്തിൽ തന്നെ നമ്മളിത് ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നന്നായിട്ട് ചൂടായ ഈ ഒരു പാനിലേക്ക് 1 തവി മാവാണ് കേട്ടോ ഞാൻ ഒഴിച്ചേക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഒഴിക്കേണ്ട, എന്നാലേ നമുക്കിത് നല്ല നൈസായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടല്ലോ, സൈഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് വിട്ടുവരും. ആ സമയത്ത് തന്നെ നമുക്കിത് വലിച്ചെടുക്കണം കേട്ടോ. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ദ്വീപുകാരുടെ കിലാഞ്ചി ഉണ്ടാക്കാനുള്ള പണി. കിലാഞ്ചി ഇനി മടക്കിയെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ചുട്ടെടുത്ത കിലാഞ്ചി ഇതുപോലെ ആദ്യം 2 സൈഡിൽ നിന്നായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി 2 സൈഡൊന്നും കൂടെ നമ്മൾ മടക്കിയെടുക്കുക, ഉള്ളിലേക്ക് മടക്കി വെക്കാം. എന്നിട്ട് ഇതുപോലൊരു ബോക്സ് ഷേപ്പിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കിലാഞ്ചി മടക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്കുള്ള ഫാൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ചിരവിയ തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പോളാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിൽ തന്നെ ഇത് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ 1.5 കപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. പാല് മാത്രമാക്കിയിട്ട് എടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അങ്ങ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മധുരം വേണം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര നല്ല കട്ടിയായിട്ടാണ് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ ശർക്കര എടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കട്ടിയോടെ തന്നെ ഇരിക്കുന്നതായിരിക്കും ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടെ. 5 ടേബിൾ സ്പൂൺ ഏകദേശം ഒരു 1.5 അച്ച് ശർക്കര വരുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ പഴമാണ്. 4 പൂവൻ പഴമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അത് തന്നെയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. പൂവൻ പഴമോ അതല്ലെങ്കിൽ 4 പൂവനൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറുപഴം എടുത്താലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഫാലും റെഡി ആയിട്ടുണ്ട്. ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു വിഭവമാണ് കേട്ടോ ഈ ഒരു കിലാഞ്ചിയും ഫാലും. എന്നാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം കൂടെയാണ്. വളരെ നേർമയിൽ ചുട്ടെടുക്കുന്ന ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ ഈ ഒരു ഫാലും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ദേ നമ്മുടെ കിലാഞ്ചിയും ഫാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കിലാഞ്ചി ഫാലും എങ്ങനെ കഴിക്കുന്നതെന്നും കൂടെ നോക്കണ്ടേ. വേറൊന്നുമില്ല, നമ്മൾ ഒരു പാത്രത്തിലേക്ക് കിലാഞ്ചി എടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫാലുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് ആ പഴവും ഫാലും എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. വിശേഷ അവസരങ്ങളിലൊക്കെ ഒരുക്കാൻ പറ്റിയൊരു അടിപൊളി വിഭവം തന്നെയാണ് ഈ ഒരു കിലാഞ്ചിയും ഫാലും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.